തിരക്കില്ല, നല്ല നല്ല ഇതാണ്, പ്രശ്നമില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് 5-6 മാസമല്ലോ, പ്രശ്നമില്ല. കൊണ്ട് വെച്ചാൽ വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് വല്ലാതെ ഇടേണ്ട ആവശ്യമില്ല. അത് ആകെ വൃത്തികേടായി ഒക്കെ അതിൽ നിക്ഷേപിക്കല്ലേ, അതിന് വൃത്തികേട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. മുമ്പ് നമ്മൾ തെങ്ങിൻ്റെ തോട്ടിലൊക്കെ ഇടലായിരുന്നു ചെയ്ത്. ഇവിടെ തന്നെ വളരെ വേണം കേട്ടോ. അങ്ങനെ പുറത്ത് വൃത്തികേടാകേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കല്ലേ, ഒരു വാസന സ്മെല്ലൊന്നും വരുന്നില്ലല്ലോ, നല്ലതാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ ആദ്യം ഓരോ തെങ്ങിലോട്ട് കൊണ്ടുവന്ന് അടക്ക് വൃത്തികേടായി കിടക്കുകയായിരുന്നു. ഇപ്പം അത് ഇട്ടപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് ഇതിൽ നിക്ഷേപിക്കുകയാണ്. പിന്നെ പ്രശ്നങ്ങളൊന്നും എല്ലാ കൂടുതലില്ല, സുഖമാണ്. അല്ല സ്മെല്ലും കാര്യമില്ല, ഒന്നുമില്ലല്ലോ, അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. പിന്നെ കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, കുറച്ച് ദൂരെ കൊണ്ടുവരാൻ സ്ഥലമില്ലാത്തവർക്കൊക്കെ വളരെ ഉപകാരമുള്ള സംഗതി അത്. ഹായ്, വെൽക്കം ടു സ്ക്രാപ്പി സീറോ വേസ്റ്റ് പ്ലസ്. ഇന്ന് നമ്മൾ ഉള്ളത് പൂക്കോട്ടൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിലെ കാദർക്ക എന്നിവരുടെ വീട്ടിലാണ്. നമ്മുടെ സ്ക്രാപ്പി കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം. കാദർക്ക, എങ്ങനെയുണ്ട് നമ്മുടെ സ്ക്രാപ്പി കിച്ചൺ? നല്ല ഇതാണ്, പ്രശ്നമില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് 5-6 മാസമല്ലോ, പ്രശ്നമില്ല. രണ്ടാമത്തേത് യൂസ് ചെയ്തിട്ടോ? രണ്ടാമത്തെ ഇട്ടിട്ട് 4 മാസം പോലെ ആയിട്ടോ. നമ്മളെ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണമെന്ന് വെച്ചാൽ വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് വല്ലാതെ ഇടേണ്ട ആവശ്യമില്ല. അത് ആകെ വൃത്തികേടായി ഒക്കെ അതിൽ നിക്ഷേപിക്കല്ലേ, അതിന് വൃത്തികേട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മളെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടോ? പോരായ്മകളൊന്നുമില്ല, നല്ലതാണ്. പോരായ്മ പ്രശ്നമായി വരുന്നില്ലല്ലോ. ഇതിന് മുന്നേ എന്താ ചെയ്തിരുന്നത്? മുമ്പ് നമ്മൾ തെങ്ങിൻ്റെ തോട്ടിലൊക്കെ ഇടലായിരുന്നു ചെയ്തത്. പിന്നെ ഇതിന്റെ ഇനോക്കുലം പൗഡർ പൗഡർ കിട്ടാത്ത പ്രശ്നമുണ്ട്, അതാണ് വലിയ പ്രശ്നമുണ്ട്. പൗഡർ ഇട്ടാൽ ഞാൻ പുഴുക്കളെല്ലാം വരുന്നുണ്ട്, പൗഡർ ഇട്ട് കൊടുക്കാം, അതാണ് പ്രശ്നം. ഗുണം തന്നെയാണ്, ഗുണം വളരെ വേണം കേട്ടോ. അങ്ങനെ പുറത്ത് വൃത്തിയാടേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കല്ലേ, ഒരു വാസന സ്മെല്ലൊന്നും വരുന്നില്ലല്ലോ, നല്ലതാണ്. സാധാരണ വീട്ടിൽ നിന്നാണ് വേസ്റ്റ് ആണ്, കഞ്ഞിവെള്ളം അതേപോലെ ചാരം, അതൊക്കെ ഇതിൽ ഇട്ടെടുക്കലുണ്ടോ? കഞ്ഞിവെള്ളം ഇട്ടെടുക്കില്ല. പിന്നെ കക്കന്റെ തോട് ഇല്ല, അവിടെ ഇല്ല, ഇടാൻ പാടില്ല, അത് പറഞ്ഞിരുന്നു. മുട്ടത്തോട് ഇടയില്ല. മുട്ടത്തോട് ക്രഷ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യല്ലേ. പിന്നെ എന്തെങ്കിലും ഇതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്താണ്ടോ? ഇതിന്റെ മുമ്പും ശേഷമുള്ള ഗുണം എന്തൊക്കെയാണ്? ഗുണം പറഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ ആദ്യം ഓരോ തെങ്ങിലോട്ട് കൊണ്ടുവന്ന് അടക്ക് വൃത്തികേടായി കിടക്കുകയായിരുന്നു. ഇപ്പം അത് ഇട്ടപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് ഇതിൽ നിക്ഷേപിക്കുകയാണ്. പിന്നെ പ്രശ്നങ്ങളൊന്നും എല്ലാ കൂടുതലില്ല, സുഖമാണ്. സ്മെല്ലും കാര്യമില്ല, ഒന്നുമില്ലല്ലോ, അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. പിന്നെ കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, കുറച്ച് ദൂരെ കൊണ്ടുവരാൻ സ്ഥലമില്ലാത്തവർക്കൊക്കെ വളരെ ഉപകാരമുള്ള സംഗതി അത്. ഇതിനു മുന്നേ ആരെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ട് ചോദിച്ചിട്ടുണ്ടോ? എന്താണ് ഓരോ ചോദിക്കലൊക്കെ ഉണ്ട്, പറഞ്ഞെടുക്കലുണ്ട്. ഡൈജസ്റ്ററിനെ കുറിച്ച് എവിടുന്ന അറിഞ്ഞേ? ഇത് നമ്മളിവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം മെമ്പർ ഇവിടെയുള്ള ഒരു ചെറിയ നേതാവാണ്. അവർ പറഞ്ഞു ഇങ്ങനെ പരിപാടി വേണം വെച്ചു, അവർ വാങ്ങിയത്തോളൂ. നമ്മളോട് കൂടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത കാദർക്ക എന്നവരോട് നന്ദി.